പലപ്പോഴും നമ്മുടെ കുട്ടികൾ മെയിൻലി ഡെവലപ്മെൻറ്റൽ ഡിലേ അല്ലെങ്കിൽ ബിഹേവിയർ ഇഷ്യൂസ് നേരിടുന്ന കുട്ടികളാവാം. അവരെയും കൊണ്ട് പാരൻസ് പുറത്ത് പോകും, ബീച്ചിലോ അല്ലെങ്കിൽ ഹോട്ടലിലോ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ തന്നെ പോകുമ്പോൾ കുട്ടികൾ അവർ പറയുന്ന കണക്ക് അല്ലെങ്കിൽ പാരൻസ് എക്സ്പെക്റ്റ് ചെയ്യുന്ന കണക്ക് പെരുമാറാറില്ല. ചിലപ്പോൾ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോകുമ്പോൾ തറയെ കിടന്ന് ഉരുളും, അല്ലെങ്കിൽ ഒരു പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ഏതെങ്കിലും ഒരു സാധനത്തിന് വേണ്ടി ഭയങ്കര പിടിവാശികൾ, അല്ലെങ്കിൽ കാറിൽ നിന്ന് ഇറങ്ങാതിരിക്കുക, അല്ലെങ്കിൽ കാറിൽ കയറാൻ വേണ്ടി കരയുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഹോട്ടലിൽ പോവുകയാണെങ്കിൽ തൊട്ടപ്പുറത്തെ ടേബിളിൽ നിന്ന് വരെ പോയി കുട്ടികൾ എടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പലപ്പോഴും ഈ പേരൻസ് ഭയങ്കരമായി ഫ്രസ്ട്രേറ്റഡ് ആവും. അവർ ഇത്രയും നാൾ ചെയ്ത പല കാര്യങ്ങളും ചുമ്മാതാണ് എന്ന് അവർക്ക് തോന്നിപ്പോകും. അവർ ഇൻസൾട്ടഡ് ആയി അവർക്ക് തോന്നും. പക്ഷെ അങ്ങനെ തോന്നേണ്ട ആവശ്യമേ ഇല്ല. കാര്യം നിങ്ങൾ ഓൾറെഡി കുട്ടിക്ക് കൊടുക്കേണ്ട മെഡിക്കൽ അറ്റൻഷൻ കൊടുക്കുന്നുണ്ടാവും, നിങ്ങൾ തെറാപ്പി കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ കുട്ടിക്ക് ഒരു ടൈം വേണം നോർമലൈസായി എല്ലാമായി വരാൻ. അങ്ങനെയുള്ള കുട്ടികളെ നോക്കുന്ന മദേഴ്സ് ഉണ്ട്. അവർക്ക് അവരുടേതായ ഒരു സെൽഫ് ലവ് ഇല്ല, ഒരു സെൽഫ് ടൈം പലപ്പോഴും ഇല്ല. അപ്പോൾ നമ്മൾ ബേസിക്കലി അവരെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ തിങ്ക് ദാറ്റ് യു ആർ ഡൂയിങ് യുവർ ബെസ്റ്റ്. കാര്യം നിങ്ങൾ അവർക്ക് 24/7 സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്, അവർക്ക് വേണ്ട തെറാപ്പി കൊടുക്കുന്നുണ്ട്, മെഡിക്കൽ എയ്ഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്കൊരു ടൈം കൊടുക്കുക. നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് അനുസരിച്ച് അവരും വരും.